എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു കഥ പറയേണ്ട ദിവസമാണ് അല്ലേ? ഇന്ന് നമുക്കൊരു പുരാണ കഥ കേൾക്കാം. എന്നും ഗുരുവായൂരപ്പനുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ച ചില കഥകളാണ് പറയാറുള്ളത്. ഇന്ന് പുരാണ കഥ കേൾക്കാം. ഒരുപാട് എത്ര പുരാണങ്ങളാണ് നമുക്കുള്ളത്? 18 പുരാണങ്ങളുണ്ട്, 18 ഉപപുരാണങ്ങളുമുണ്ട്. അതിലൊക്കെ എത്രയെത്ര കഥകളാണ് ഇങ്ങനെ കെട്ടുപിണഞ്ഞ് കിടക്കുന്നത് അല്ലേ? ഒരു കഥ നമുക്ക് പറയണം എന്നുണ്ടെങ്കിൽ ആ കഥയുമായി ബന്ധപ്പെട്ട് പല പല കഥകളും പറയേണ്ടി വരും. എന്നാലേ ആദ്യം പറഞ്ഞ കഥ മുഴുവനാവുള്ളൂ. അങ്ങനെയൊരു സംഗതിയാണ് ഈ പുരാണം എന്ന് പറഞ്ഞാൽ. പുരാണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുരാതന ചരിത്രം എന്നാണ്. പുരാവൃത്തം എന്നൊക്കെയുണ്ട് അർത്ഥം. അതുപോലെ തന്നെ പുരാണം എന്ന് പറയുമ്പോൾ ഇന്നും നവമായി തോന്നുന്നത് എന്നും കൂടി ഉണ്ട്. അത് ഇന്ന് കേൾക്കുമ്പോഴും അത് പുതിയ കഥ പോലെ തോന്നുന്ന കഥകളാണ് പുരാണത്തിലുള്ളത്. വേദവ്യാസൻ നമുക്ക് വേണ്ടി സംഭാവന ചെയ്തു പോയ കഥകളാണ് നമ്മുടെ പുരാണത്തിലുള്ളതെല്ലാം. 18 പുരാണങ്ങളിലും അഷ്ടാദശ പുരാണാനാം കർത്താ സത്യവതീസുത എന്നാണ്. ഈ സത്യവതീസുതനായ വേദവ്യാസനാണ് നമുക്ക് ഈ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും എല്ലാം പറഞ്ഞു തന്നു പോയത്. അതെന്തിനാണ് ഇങ്ങനെയുള്ള കഥകൾ പറയണേന്ന് വെച്ചാൽ, ഈ മനുഷ്യന്റെ ജീവിതം, മനുഷ്യര് ജീവിക്കുന്നത് ഇതിനനുസരിച്ചായിരിക്കണം എന്നുള്ള ഒരു സങ്കല്പത്തിലാണ് നമുക്ക് ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്താന്ന് വെച്ചാല് എങ്ങനെയൊക്കെ ജീവിക്കണം, ഒരു മനുഷ്യൻ ജീവിക്കുമ്പോൾ ഏതൊക്കെ സമ്പ്രദായത്തിലാണ് ജീവിക്കേണ്ടത്, എങ്ങനെയൊന്നും പാടില്ല, എങ്ങനെയൊക്കെ ആവണം എന്നാണ് നമ്മൾ ഈ കഥകളിൽ നിന്ന് പഠിക്കേണ്ടത്. ഈ കഥകൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സത്ത് ഇങ്ങനെ എടുക്കണം. അപ്പോഴേ നമുക്ക് ആ കഥയുടെ ഒരു ഇത് മനസ്സിലാവുള്ളൂ. ആ കഥ പറയുമ്പോൾ നമ്മൾ ഈ കഥയില് എങ്ങനെ ആവണം, എങ്ങനെ ആവരുത് എന്നുള്ള ഒരു പാഠം നമുക്ക് ഈ എല്ലാ കഥകളിൽ നിന്നും കിട്ടും. ഇന്നിപ്പോ അങ്ങനെയുള്ളൊരു കഥ ആണ് പറയാൻ പോണത്. ഉഗ്രതപസ് എന്ന ഒരു മുനിയുടെയും ഉഗ്രതപസിന്റെ പത്നിയായിരുന്നു ശീലാവതി എന്ന് പേര് കേട്ട പതിവ്രതയായിട്ടുള്ള ആ ഒരു സ്ത്രീ. ഉഗ്രതപസിന്റെ പത്നിയാണ് ശീലാവതി. ശീലാവതി എന്ന് പറഞ്ഞാലും ഇതുപോലെ സത്യവതിയുടെ കഥ മുമ്പ് പറഞ്ഞതുപോലെ പതിവ്രത എന്നുള്ളതിന്റെ പര്യായാണ് ശീലാവതി. എന്തുമാത്രം ബുദ്ധിമുട്ടി എന്നോ. ഈ ഉഗ്രതപസ് എന്ന് പറഞ്ഞൊരു മുനി ആയിരുന്നെങ്കിലും അദ്ദേഹം ഭയങ്കര മുൻകോപിയായിരുന്നു. ചില ദുഷ്പ്രവർത്തികളൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു മുനി ആയിരുന്നെങ്കിലും. അതിനെ ആ ഒരു കഥയാണ് പറയണത്. ഈ മുനിയുടെ ഭർത്താവും ഭാര്യയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഈ മുനിയും ഈ ശീലാവതിയും തമ്മിൽ ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും പോലെയാണ് ഇവരുടെ സ്വഭാവം. ഭർത്താവ് ഭയങ്കര മുൻകോപിയാണ്. ഏതു നേരവും എന്തു ചെയ്തു കൊടുത്താലും കുറ്റം പറയും, എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും കുറ്റം ഏതു നേരവും പറയും. ഒരു ദയയില്ലാത്ത പെരുമാറ്റം. പക്ഷെ ശീലാവതി എങ്ങനെയാന്ന് വെച്ചാല് ഒരു സുശീലയായിട്ടുള്ള ഒരു പ്രകൃതം ആണ്. ഭർത്താവിനോട് ഒരു ദേഷ്യവും, എന്തു പറഞ്ഞാലും യാതൊരു ദേഷ്യവും വരികയില്ല. എന്ത് ക്രൂരതയും സഹിക്കും. അങ്ങനെ ഉള്ളൊരു സ്വഭാവമായിരുന്നു ശീലാവതിയുടേത്. അങ്ങനെ കാലം കുറച്ച് കഴിഞ്ഞപ്പോ വയസ്സായി തുടങ്ങി. ഈ മുനിക്ക് അസുഖങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് വരാൻ തുടങ്ങി. ശരീരം ഒക്കെ ഇങ്ങനെ നീര് കെട്ടി വീർത്ത് വന്നു. കുളി ജപം ഒന്നും ഇല്ലാണ്ടായി, നടക്കാനും വയ്യാണ്ടായി. എപ്പോഴും കിടപ്പ് തന്നെ കിടപ്പ്. രോഗം ഇങ്ങോട്ട് വർദ്ധിച്ച് വല്ലാണ്ട് അങ്ങോട്ട് ആയി കഴിഞ്ഞപ്പോ ഇദ്ദേഹത്തിന് ഇത് പണ്ടത്തെക്കാള ഇരട്ടി ദേഷ്യവും വന്നു. ഏതിനും മുമ്പേ തന്നെ ദേഷ്യമാണ്, ഇപ്പൊ അത് കുറച്ചും കൂടി ഇരട്ടിയായി എന്ന് പറയാം. ശീലാവതിക്ക് എന്നും ഒരേ ഒരു വ്രതമേ ഉള്ളൂ, ഭർത്താവിനെ ശുശ്രൂഷിക്കുക. ഭർത്താവിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുക. രോഗിക്ക് മരുന്ന് കൊടുക്കുക, അതുപോലെ ദേഹം വൃത്തിയാക്കി വെക്കുക, അടുത്തിങ്ങനെ ഇരിക്കുക, എന്താ വേണ്ടതെന്ന് വിചാരിച്ചാൽ അതപ്പ ചെയ്തു കൊടുക്കുക. അങ്ങനെ ആണ് ഈ ശീലാവതിയുടെ ഒരു
നിത്യവൃത്തി എന്ന് പറയുന്നത് അങ്ങനെയാണ് അവർ ജീവിച്ചിരുന്നത്. ഭർത്താവിന്റെ കാര്യം കഴിഞ്ഞേ അവനവൻ എന്തെങ്കിലും ഉള്ളൂ. തൻ കാര്യം എന്നത് ഭർത്താവിന്റെ കാര്യം, അതായിരുന്നു അവരുടേത്. അങ്ങനെ ശുശ്രൂഷയുടെ അങ്ങനെയൊക്കെ അങ്ങോട്ട് ശുശ്രൂഷിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ ഉഗ്രതപസ്സിന് ഒരാശ്വാസമൊക്കെ കിട്ടി. ഈ അസുഖം ആണെങ്കിലും ഭക്ഷണത്തിനെന്ന് പറഞ്ഞാൽ അമിതമായിട്ടുള്ള ആസക്തിയായിരുന്നു അത്ര ഈ ഉഗ്രതപസ്സിന്. എന്തു ഭക്ഷണം കിട്ടിയാലും കണ്ടമാനം കഴിക്കുക. അങ്ങനെ ചിലരൊക്കെ ഈ ഉഗ്രതപസ്സിനെ സദ്യയൊക്കെ ഉണ്ടാകുമ്പോ ഉഗ്രതപസ്സിനെ ഇവരെ വന്ന് ക്ഷണിക്കും. അപ്പോ നടന്നു പോവാനൊന്നും വയ്യ, പോണം എന്ന് ഭയങ്കര വാശിയും. സദ്യയല്ലേ, അപ്പൊ പോവാണ്ട പറ്റില്ല, പോണം, ഭയങ്കര വാശി, നടക്കാനൊട്ട് വയ്യാതാനും. അപ്പോ ഈ ശീലാവതി എന്ത് ചെയ്യും, ഭർത്താവിനെ തലയിൽ തോളത്ത് കയറ്റി ചുമന്നു കൊണ്ടുപോകും. ആ സദ്യ നടക്കണ സ്ഥലത്തേക്ക് ഭർത്താവിനെ ചുമന്നുകൊണ്ട് പോകും. ആഹാരം കഴിപ്പിക്കും, എന്നിട്ട് തിരികെ കൊണ്ടുവരും. അതോ കണ്ടമാനം കഴിക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു ഒരു പതിവ്. എത്ര അധ്വാനമുണ്ട് ശീലാവതിക്ക് അങ്ങനെ. എന്നാലും ഒന്നും മറുത്തു പറയില്ല, എല്ലാം വേണ്ടതുപോലെ ചെയ്തു കൊടുക്കും. ഒരു ദിവസം ഇങ്ങനെ ഭർത്താവിനെ ചുമന്ന് കൊണ്ട് നടക്കുമായിരുന്നു. അന്ന് സാധാരണ നടക്കണ വഴി കൂടി അല്ലാതെ വേറൊരു വഴി കൂടി പോയി. അപ്പോ വേറൊരു തെരുവ്. അപ്പോ ആ തെരുവ് എന്ന് പറഞ്ഞാല് ഒരു ദൂഷിച്ച സ്ത്രീ, ഒരു ദൂഷ്യ സ്വഭാവമുള്ള ഒരു സ്ത്രീയുടെ വകയായിരുന്നു. അവിടെ ഒരു മണിമാളിക ഉണ്ടായിരുന്നു. ആ മണിമാളികയില് ഈ സ്ത്രീ ഉണ്ടാവും. അപ്പോ ഈ ശീലാവതി വിചാരിച്ചു, ഈ സ്ത്രീയുള്ള ആ ഒരു തെരുവല്ലേ, അതുകൊണ്ട് ആ വഴിക്ക് പോവണ്ട എന്ന് വിചാരിച്ച് വേറൊരു വഴി കൂടി പോയി. അപ്പോ കുറച്ചു കഴിഞ്ഞപ്പോ ഉഗ്രതപസ്സിന് മനസ്സിലായി വഴി മാറിപ്പോയിട്ടുണ്ടല്ലോ. അപ്പൊ എന്താ വഴി മാറിപ്പോയേ എന്ന് ചോദിച്ചു. അതിന്റെ കാരണം അറിയണം എന്ന് പറഞ്ഞു. വീട്ടിലെത്തിയപ്പോ നീ എന്താ ആ വഴിക്ക് പോവാതെ തിരിച്ച് ഇങ്ങോട്ട് നടന്ന് വേറെ വഴിക്ക് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ആ ശീലാവതി പറഞ്ഞു, ആ മാളികയിൽ ഒരു ദുഷിച്ച സ്ത്രീയുണ്ട്, ആ വഴിക്ക് നടക്കാൻ പോലും കൊള്ളൂല, അത്ര ചീത്ത സ്വഭാവം ആ സ്ത്രീ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഉഗ്രതപസ്സിന് രാത്രി മുഴുവനും ഭയങ്കര ആലോചന. ഈ സ്ത്രീയെ പറ്റി കേട്ടപ്പോ ഭയങ്കര ആലോചന. എന്തോ ഇങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുക, വലിയ മിണ്ടാട്ടമൊന്നും ഇല്ലാണ്ട് എങ്ങനെ എന്തോ ഒരു കാര്യം ആലോചിച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാവും കാണുമ്പോ. കുറെ കഴിഞ്ഞപ്പോ ശീലാവതി ചോദിച്ചു, എന്തത്ര വലിയ ചിന്ത, എന്തോ ഒന്ന് അങ്ങയുടെ മനസ്സിന് അലട്ടുന്നുണ്ട്, എന്താ അത്, എന്നോട് സത്യം പറയണം എന്ന് പറഞ്ഞു. അപ്പോ ഉഗ്രതപസ് പറഞ്ഞു, എനിക്ക് ആ സ്ത്രീയുടെ ഭർത്താവണം എന്ന് പറഞ്ഞു. ഉഗ്രതപസ് ഒരു ലജ്ജയില്ല, ഒരു മടിയില്ല, മാണമില്ല. അങ്ങനെ നാണല്ലാണ്ട്, അതും സ്വന്തം ഭാര്യയോടാ പറയണത്. എനിക്ക് നീ പറഞ്ഞ ആ ദുഷിച്ച സ്ത്രീ ഉണ്ടല്ലോ, അവളുടെ അടുത്ത് പോണം, എനിക്ക് അവളുടെ ഭർത്താവണം എന്ന് പറഞ്ഞാൽ എന്താ സംഗതി? അങ്ങനെ ഒരു മോഹം. വൃദ്ധനായി വയ്യാണ്ടയായി എടുത്തു ചുമന്ന് കൊണ്ടുപോകണം, എന്നിട്ട് ആ ദുഷിച്ച സ്ത്രീയെ ഭാര്യയാക്കണം. അതും സ്വന്തം ഭാര്യയോട് തുറന്ന് പറയാൻ ഒരു മടി ഉണ്ടായില്ല. ഇപ്പൊ ഈ ഉഗ്രതപസ്സിന്റെ സ്വഭാവം മനസ്സിലായില്ലേ? അപ്പോ ഭർത്താവിന്റെ പോക്ക് വഴി പിഴച്ചതാണ് എന്ന് ശീലാവതിക്ക് നന്നായിട്ടറിയാം. അതിന്ന് പിന്തിരിപ്പിക്കണം, അതിനായിട്ട് ഒരുപാട് ശ്രമിച്ചു. പക്ഷെ ധർമ്മങ്ങള്, നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ധർമ്മങ്ങള് ഒക്കെ ഓർമ്മിപ്പിച്ചു. അതൊന്നും ഫലിച്ചില്ല. നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട എന്നാണ് ഉഗ്രതപസ്സിന്റെ ശാസന. ഞാന് ധർമ്മം അറിയാത്ത ആളൊന്നും അല്ല ഞാന്. എന്നെ ഇപ്പൊ ഈ നിമിഷം നീ ആ സ്ത്രീയുടെ മാളികയിൽ കൊണ്ടാക്കണം എന്നാണ് ഉഗ്രതപസ്. അപ്പോഴേക്കും രാത്രിയായി, ഇപ്പൊ പോണം എന്നാണ്. കുറേ രാത്രിയായിരിക്കണം. അപ്പൊ ഉഗ്രതപസ്സിന് ഇപ്പൊ ആ പെണ്ണിനെ കണ്ടേ തീരും. എന്നാലും വേണ്ടില്ല, ഈ ഭർത്താവിന്റെ മോഹങ്ങളും ഭർത്താവിന്റെ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുക എന്നുള്ള ഒരു വ്രതം ആണ് ശീലാവതിക്കുള്ളത്. അതുകൊണ്ട് ശീലാവതി എന്ത് ചെയ്തു, എടുത്തു തോളത്ത് വെച്ചു, ഭർത്താവിനെ ചുമല ഏറ്റി നടന്നു.
ഈ ആ മണിമാളികയിലേക്ക് വഴിയിലൊരാപത്ത് പതിയിരിക്കുന്നുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാല് അത് ഉഗ്രതപസ്സും അറിഞ്ഞില്ല, ശീലാവതിക്കും അറിയില്ലായിരുന്നു, ഉഗ്രതപസ്സിനും അറിയില്ലായിരുന്നു. വഴിയിലൊരാപത്തുണ്ടായിരുന്നു. അതെന്താന്ന് വെച്ചാല് മാണ്ഡവ്യൻ എന്നൊരു മുനിയുണ്ട്. അദ്ദേഹം അറിഞ്ഞിട്ടില്ല, മോഷ്ടിച്ചു എന്ന് ഒരു കുറ്റം ചുമത്തി രാജാവ്. ശരിക്കു പറഞ്ഞാൽ അദ്ദേഹം മോഷ്ടിച്ചിട്ടില്ല. അതിന്റെ ഒരു കഥ വേറെയുണ്ട്. അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഈ മാണ്ഡവ്യന്റെ കഥ അത് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പറയാം. ഇപ്പൊ അത് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ അതിന്റെ ഒരു ഗ്രാഫും ഇത് മാത്രം പറയാം, ഫ്രെയിം. അല്ലാതെ മുഴുവൻ ഇപ്പൊ പറയാൻ പറ്റില്ല. അപ്പൊ ഈ രാജാവിന് മാണ്ഡവ്യ മുനി മോഷ്ടിച്ചു എന്നൊരു തെറ്റിദ്ധാരണ ഉണ്ടായി. ആ മുനിയെ കഴിവിലിട്ടു. അപ്പോ മുനി അവിടെ ഇങ്ങനെ കഴിവിലിടുക എന്ന് പറഞ്ഞാൽ ഒരു സാധനം, ഒരു ശൂലം പോലെ ഉള്ളതിൽ കുത്തി നിർത്തിയിട്ട് തൂക്കിയിടും. ജീവൻ പോവില്ല. അങ്ങനെ വേദനിച്ച് അതുമേലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കണം കഴിവില്. അപ്പോ അവിടെ ഇങ്ങനെ ഈ മാണ്ഡവ്യമുനി പോണ വഴിക്ക് മാണ്ഡവ്യമുനി തൂങ്ങിക്കിടക്കുന്നുണ്ട്. അത് ഇവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ശീലാവതി ഈ ഉഗ്രതപസ്സിനെ ചുമലിലേറ്റി ഇങ്ങനെ കൊണ്ടുപോണ സമയത്ത് ഈ ഉഗ്രതപസ്സിന്റെ തല ഈ മാണ്ഡവ്യമുനിയുടെ കാലില് തട്ടി. അപ്പോ മാണ്ഡവ്യന് ഭയങ്കര വേദനയായി. ശൂലം കുത്തിയാണ് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ വേദന സഹിച്ച് കാലങ്ങളായി നിൽക്കണു. അപ്പൊ ഈ തല വന്നിട്ട് ഇങ്ങനെ നടന്നു പോണ സമയത്ത് തല കാലുമ്മല് വന്ന് തട്ടിയിപ്പോ അങ്ങടെ ഇളവുമല്ലോ. അപ്പൊ ഭയങ്കര വേദനയായി. അപ്പോ മാണ്ഡവ്യമുനി ഭയങ്കര സത്യമുള്ള ആളാണ്. അദ്ദേഹം ഉഗ്രതപസ്സിനെ ശപിച്ചു. സൂര്യൻ ഉദിക്കുമ്പോഴേക്കും നീ മരിച്ചു വീഴട്ടെ എന്നൊരു ശാപം അങ്ങോട്ട് കൊടുത്തു. ഉഗ്രതപസ്സിന് പരിഭ്രമായി കേട്ടപ്പോ, ആകെ വിഷമായി. അറിയാതെ ചെയ്തതാണ്, രാത്രിയിലാണ്, കണ്ണ് കാണില്ല, അങ്ങനെ അറിയാതെ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. പക്ഷെ ആരും അതിനൊരു ഇതില്ല. പക്ഷെ എന്ത് ചെയ്യാം, ഉഗ്രതപസ്സിന്റെ ദുശാഠ്യം കാരണമാണ് ഈ ഒരു സംഗതി ഇപ്പൊ ഉണ്ടായത്. നാളെ ഉദയം നീ കാണില്ല എന്നാണ്, അതിനു മുമ്പേ നീ മരിക്കും എന്നാണ് ശാപം. അപ്പൊ ഇനി ശീലാവതിയോട് ചോദിച്ചു, നീ പറഞ്ഞത് അനുസരിച്ചില്ല, നീ എന്തെല്ലാം എന്നോട് പറഞ്ഞു, നീ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ല, എന്നിട്ട് അതിന്റെ ഫലമായിട്ടാണ് എനിക്ക് ഈ ശാപം കിട്ടിയത്. ഇനിയിപ്പൊ എന്താ ചെയ്യാ? എനിക്ക് വേഗം എനിക്ക് മണിമാളികയിലേക്ക് സ്ത്രീയെ കാണുകയും വേണ്ട, മണിമാളികയിൽ പോവുകയും വേണ്ട. ഇത് വല്ലാത്ത വിനയായല്ലോ. നമുക്ക് വേഗം വീട്ടിലേക്ക് തിരിച്ചു പോവാം, എന്നെ വീട്ടിൽ കൊണ്ടാക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ ശീലാവതി എന്ത് പറഞ്ഞു? അങ്ങ് ഒട്ടും പേടിക്കണ്ട, ഞാൻ അങ്ങയുടെ ജീവൻ രക്ഷിക്കും, അത് ഉറപ്പാണ് എന്ന് പറഞ്ഞു. ശീലാവതിക്ക് നല്ല ധൈര്യമായിരുന്നു, ജീവൻ രക്ഷിക്കാൻ പറ്റും എന്ന്. ശീലാവതി എന്ത് ചെയ്തു? അവിടെ ചെന്നിട്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചു. എന്നിട്ട് സൂര്യഭഗവാനോട് പറഞ്ഞു, സൂര്യദേവ, അങ്ങ് എനിക്ക് വൈധവ്യം വയ്ക്കരുതേ, അങ്ങ് നാളെ ഉദിക്കരുത്. നാളെ ഉദയം ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് വൈധവ്യം വരും. ഇത്രയും പാതിവൃത്യമുള്ള ഒരു ആളാണ് പറയണത്. സൂര്യദേവനും അറിയാം. ഇങ്ങനെ ഉദിക്കാനുള്ള സമയമായി തുടങ്ങി, എന്നിട്ടും സൂര്യൻ ഉദിച്ചില്ല. അതാണ് ശീലാവതിയുടെ പാതിവൃത്യത്തിന്റെ ശക്തി. സൂര്യഭഗവാൻ അറിയാം ശീലാവതിയുടെ പാതിവൃത്യത്തെ പറ്റി. ഇനി അഥവാ സൂര്യദേവൻ ഇത് കേൾക്കാതെ ആ പതിവ് സമയത്ത് ഉദിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ശീലാവതി ശപിക്കും സൂര്യനെ. അത് സൂര്യനറിയാം. അതുകൊണ്ട് സൂര്യന് പേടിയായി. ഉദിച്ചു കഴിഞ്ഞാൽ ശീലാവതി ശപിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് സൂര്യൻ ഉദിച്ചില്ല. നേരം ഒരുപാടായി, നേരം വെളുക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞ് ഒരുപാട് ആയി. പക്ഷേ ലോകം മുഴുവനും ഇരുട്ട്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇങ്ങനെ സൂര്യൻ ഉദിക്കാതിരുന്നാൽ ലോകം തന്നെ നശിച്ചു പോവും.
അല്ലേ? അങ്ങനെ ഈ ദേവേന്ദ്രൻ പരിഭ്രമായി ദേവേന്ദ്രന് പോയി ബ്രഹ്മാവിനെ കണ്ടു. ബ്രഹ്മാവും ദേവേന്ദ്രനും കൂടി പോയി പരമശിവനെ കണ്ടു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഇവര് 3 പേരും കൂടി മഹാവിഷ്ണുവിനെ പോയി കണ്ടു. അപ്പം മഹാവിഷ്ണു എന്ത് പറഞ്ഞു? അനസൂയക്ക് മാത്രമേ ഈ കാര്യത്തില് വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാവർക്കും കൂടി അനസൂയെ കാണാൻ പോവാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് ബ്രഹ്മാവും ദേവേന്ദ്രനും അതുപോലെ പരമശിവനും മഹാവിഷ്ണുവും എല്ലാരും 4 പേരും കൂടെ അത്രി മഹർഷിയുടെ പത്നിയായ അനസൂയയുടെ അടുത്തേക്ക് പോയി. അത്രി മഹർഷിയുടെ പത്നിയാണ് അനസൂയ. അനസൂയയും ഇതുപോലെ പാതിവൃത്യമുള്ള ഒരു ആളാണ്. പതിവ്രതകളിൽ പതിവ്രതയാണ് അനസൂയ, അത്രി മഹർഷിയുടെ പത്നി. എല്ലാരും കൂടി അനസൂയയുടെ അടുക്കലെത്തി നടന്നതെല്ലാം പറഞ്ഞു. ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. പക്ഷേ സഹായിക്കണം എന്ന് അനസൂയക്ക് മോഹമുണ്ട്. പക്ഷെ അതിന്റെ മുമ്പ് ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞു. ഈ ത്രിമൂർത്തികളോട് പറഞ്ഞു, ത്രിമൂർത്തികള് ഈശ്വരന്മാരെ, നിങ്ങൾ എന്റെ ഭർത്താവിന്റെ അനുമതി വാങ്ങണം എന്ന് പറഞ്ഞു. അത്രി മഹർഷിയുടെ അനുമതി ഉണ്ടെങ്കിലേ സഹായിക്കാൻ പറ്റുള്ളൂ. അതാണ് പാതിവ്രത്യം. ഭർത്താവിനോട് ചോദിക്കണം. നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണം, ഒന്ന് പറയണം, ഇത് അതുപോലെ ഒരു കാര്യമുണ്ട്, എങ്ങനെയാ വേണ്ടേ എന്ന് ചോദിക്കണം. അതാണ് നമ്മുടെ കുടുംബ ജീവിതത്തിലും വേണ്ടത്. പരസ്പരം ആലോചിച്ചിട്ട് വേണം ഒരു കാര്യം ചെയ്യാൻ എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. അപ്പോ അവര് പോയി ചോദിച്ചു. അപ്പൊ അനസൂയയോട് പറഞ്ഞു, അത്രി മഹർഷി പറഞ്ഞു, ഇവരുടെ അഭീഷ്ടം എന്താന്ന് വെച്ചാൽ സാധിച്ചു കൊടുക്കൂ അനസൂയേ എന്ന് പറഞ്ഞു അത്രി മഹർഷി. അപ്പൊ അനസൂയ ശീലാവതിയുടെ അടുത്ത് ചെന്നു. അത്രി മഹർഷിയുടെ അനുവാദം കിട്ടിക്കഴിഞ്ഞപ്പോ അനസൂയ ശീലാവതിയുടെ അടുത്തേക്ക് ചെന്നു. ശീലാവതിയോട് ചോദിച്ചു, ശീലാവതി ചോദിച്ചു, എന്താ ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോ സൂര്യനോട് നീ ഉദിക്കരുത് എന്നിട്ട് എന്നങ്ങോട് ആവശ്യപ്പെട്ടിരിക്കുകയല്ലേ. സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നശിച്ചു പോകും. അത് ഞാൻ പറയാതെ നിനക്കറിയില്ലേ? അപ്പൊ നീ ആവശ്യപ്പെട്ടാലേ ഇനി സൂര്യൻ ഉദിക്കുള്ളൂ. നീ സൂര്യനോട് ഉദിക്കണം, സൂര്യൻ ഉദിക്കണം എന്ന് സൂര്യനോട് ശീലാവതി ആവശ്യപ്പെട്ടാലേ ഇനി സൂര്യൻ ഉദിക്കുള്ളൂ. അപ്പൊ എന്ത് ചെയ്യും? അല്ലെങ്കിൽ പ്രപഞ്ചം നശിച്ചു പോവും. അതുകൊണ്ട് നീ ഈ ലോകത്തെ രക്ഷിക്കണം എന്ന് പറഞ്ഞു അനസൂയ. അപ്പോ എനിക്ക് വൈധവ്യം വരരുത്. സൂര്യൻ ഉദിച്ചോട്ടെ, സൂര്യൻ ഉദിച്ചാലും എനിക്ക് വൈധവ്യം വരരുത്, എന്റെ ഭർത്താവിന് ഒരാപത്തും വരരുത്, മരിച്ചു പോവരുത്. അങ്ങനെയാണെങ്കിൽ സൂര്യൻ ഉദിച്ചോട്ടെ എന്ന് ശീലാവതിയും പറഞ്ഞു. ഇതിനിടയിൽ 3 ദിവസം ഇരുട്ടിലാണ്ട് കിടന്നു. 3 ദിവസം സൂര്യൻ ഉദിച്ചില്ല അത്രേ. ലോകം മുഴുവനും 3 ദിവസം ഇരുട്ടിലാണ്ട് കിടന്നു എന്നാണ് പറയണത്. ശീലാവതി അനുവാദം കൊടുത്തത് ആ സമയത്ത് സൂര്യൻ ഉദിച്ചു വന്നു. അപ്പോ ഉഗ്രതപസ് അങ്ങോട്ട് മരിച്ചു വീണു. ആ സൂര്യൻ ഉദിച്ച സമയത്ത് മാണ്ഡവ്യമുനിയുടെ ശാപം ഫലിച്ചു. ഒരു ക്ഷണ നേരത്തേക്ക് ഉഗ്രതപസ് മരിച്ചു വീണു, ഒരു ക്ഷണ നേരത്തേക്ക് മാത്രം. അപ്പൊ ഈ ത്രിമൂർത്തികള് ഉണ്ടല്ലോ, ത്രിമൂർത്തികള് ഉഗ്രതപസിനെ ജീവിപ്പിച്ചു. ഒരു നിമിഷ നേരത്തേക്ക് ജീവൻ പോയി, അത് ത്രിമൂർത്തികള് തിരിച്ചു കൊടുത്തു. അതാണ് ശീലാവതിയുടെ പാതിവൃത്യത്തിന്റെ ശക്തി. അവര് ഈ ഉഗ്രതപസ് മുനിക്ക് പണ്ടത്തെ പോലെയല്ല. ഉഗ്രതപസ് ഭയങ്കര ഒരു ദീനക്കാരനായിരുന്നു, ദുശാഠ്യക്കാരനായിരുന്നു. അതുപോലെ വേണ്ടാത്ത ദുർനടപ്പുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ മാറി അദ്ദേഹത്തിന് നല്ല യുവാവായി, സൽസ്വഭാവിയായി. ഈ ഒരു സംഭവത്തിന് ശേഷം സൂര്യൻ ഉദിച്ച് മരിച്ചു വീണ്ടും ജീവൻ കിട്ടിയപ്പോ യുവാവായി തീർന്നു ഉഗ്രതപസ്. അതുപോലെ നല്ല സ്വഭാവം, പട്ടുപോലെയുള്ള സ്വഭാവമായി. അപ്പൊ ദേവന്മാര് അനസൂയയോട് ഇതിനൊരു സഹായം ചെയ്തല്ലോ. സൂര്യൻ ഉദിക്കാൻ അനസൂയയാണ് ഒരു സഹായം ചെയ്തത്.
അല്ലെങ്കിൽ ശീലാവതി അവിടെ മുറുകെ പിടിച്ചിരിക്കുമായിരുന്നു. അപ്പൊ അനസൂയയോട് ഈ ത്രിമൂർത്തികൾ പറഞ്ഞു, വരം വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അനസൂയ ചോദിച്ച വരം, ഈ ഈശ്വരന്മാര് നിങ്ങൾ 3 പേരും കൂടി എന്റെയും ഭർത്താവിന്റെയും പുത്രന്മാരാവണം എന്നാണ് അനസൂയ ആവശ്യപ്പെട്ട വരം. ആ കഥ നമ്മുടെ ശ്രീമദ് ഭാഗവതത്തിലെ ചതുർത്ഥ സ്കന്ധത്തിലെ ആദ്യത്തെ അധ്യായത്തില് പറയുന്നുണ്ട്. ബ്രഹ്മാവിന്റെ പുത്രനാണ് അത്രി മഹർഷി. അത്രി മഹർഷിയുടെ പത്നിയാണ് അനസൂയ, അല്ലെ? അപ്പം അത്രി മഹർഷിയെ സൃഷ്ടിച്ച് അത്രി മഹർഷിയോട് ബ്രഹ്മാവ് പറഞ്ഞു, ലോകത്തിന്റെ അഭിവൃദ്ധിക്ക് ഉപകരിക്കുന്ന സൃഷ്ടി നടത്തണം എന്ന് പറഞ്ഞു, ആവശ്യപ്പെട്ടു. ലോകാഭിവൃദ്ധിക്ക് ലോകോപകാരമായിട്ടുള്ള സൃഷ്ടി വേണം നടത്താൻ, അതിനുവേണ്ടി പരിശ്രമിക്കൂ എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം തപസ്സിന് പോവുക ചെയ്തത്. അതിന്റെ അർത്ഥം എന്താ? ഈശ്വരനോട് അവിടുത്തെ സാദൃശ്യമുള്ള സൽസന്താനങ്ങളെ ജനിപ്പിക്കണേ, സൽസന്താനങ്ങൾ ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് തപസ് ചെയ്തു. അതാണ് നമ്മളും വിചാരിക്കേണ്ടത്. നമുക്കും ഇതുപോലെ സൽസന്താനങ്ങൾ ഉണ്ടാവണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഓരോന്ന് കേൾക്കണില്ലേ, ഓരോ ദിക്കില് മകൻ അമ്മയെ കൊന്നു, അച്ഛനെ കൊന്നു എന്നൊക്കെ നമ്മൾ ഇപ്പൊ എന്തെല്ലാം വാർത്തകളാണ് കേൾക്കണത്. അപ്പൊ ഇങ്ങനെ ഒരു പ്രാർത്ഥന ഇല്ലാതെ ഒക്കെ ഉണ്ടാവുന്ന ചില സന്തതികളൊക്കെ ആയിരിക്കാം ഇങ്ങനെയൊക്കെയുള്ള ഈ ദുഷ്ടന്മാരായി പോണത് എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ആ മനസ്സിന്റെ ആ ഒരു സങ്കല്പം ഉണ്ടല്ലോ, ആ സങ്കല്പം ഇല്ലായ്ക കൊണ്ടാണ് ഈ കുട്ടികള് ദുഷിച്ച്, പിന്നെ വളർത്തുദോഷം അതൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇപ്പൊ അതിന്റെ ഇടയിൽ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ അത്രി മഹർഷി ഈ ഒരു സങ്കല്പത്തിലാണ് തപസ് ചെയ്തത്. ഭഗവാൻ ഈശ്വരനോട് സാദൃശ്യമുള്ള മകൻ ഉണ്ടാവണം എന്നാണ് സങ്കല്പിച്ചത്. പത്നി സമേതനായിട്ടാണ് തപസ് ചെയ്തത്. അതൊക്കെ വിസ്തരിച്ച് നമ്മുടെ ഭാഗവതത്തില് പറയുന്നുണ്ട്. അത് ഭാഗവതം കയ്യിലുള്ളവർക്ക് എടുത്ത് വായിച്ചു നോക്കാം. ആ തപസ് ചെയ്യാൻ ഒരു സ്ഥലത്തേക്ക് പോയി. ആ സ്ഥലത്തിന്റെ മഹത്വത്തെ പറ്റിയൊക്കെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. 100 വർഷം പ്രാണായാമത്തോടെ തപസ് ചെയ്തു എന്നാണ് പറയണത്. അപ്പൊ 3 ലോകത്തിനും താപം വർദ്ധിച്ചു. അപ്പൊ അത് മനസ്സിലായപ്പോ ത്രിമൂർത്തികൾ അടക്കമുള്ള എല്ലാ ദേവന്മാരും ആ ത്രിമഹർഷിയുടെ മുമ്പില് പ്രത്യക്ഷമായി. അങ്ങനെ ത്രിമൂർത്തികളുടെ അനുഗ്രഹത്താല് അവരില് ഓരോരുത്തർക്കും അംശഭൂതരായിട്ട് ഓരോ പുത്രന്മാര് ജനിച്ചു എന്നാണ് പറയുന്നത്. അതില് ബ്രഹ്മാവിന്റെ അംശത്തില് ചന്ദ്രനും, മഹാവിഷ്ണുവിന്റെ അംശത്തിൽ നിന്ന് ദത്താത്രേയ മഹർഷി, അതുപോലെ പരമശിവന്റെ അംശത്തിൽ നിന്ന് ദുർവാസാവും ഉണ്ടായി എന്ന് ഭാഗവതം പറയുന്നു. അനസൂയയുടെയും അത്രി മഹർഷിയുടെയും പുത്രന്മാരാണ് ഇവര് 3 പേര്, ചന്ദ്രനും ദത്താത്രേയനും ദുർവാസാവും. അപ്പൊ ഈ ദുർവാസാവിന്റെ കാര്യത്തിൽ വേറൊരു കഥ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. പരമശിവന് ഒരിക്കൽ ശിവൻ ഒരിക്കൽ അസുരന്മാരെ പലരെയും കൊന്നൂത്രേ. അങ്ങനെ പല അസുരന്മാരെയും കൊന്നിട്ടും കോപം ഇങ്ങോട്ട് ശമിച്ചില്ല എന്ന് പറയുന്നു. കത്തിജ്വലിക്കണ കോപം. അപ്പൊ ആ കോപം അടക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പൊ കോപം അടക്കണം എന്ന് ശ്രീപാർവതി അപേക്ഷിച്ചു. പരമശിവന് കോപം വന്നാല് ലോകത്തിന് നാശാണ്. അപ്പൊ ആ കോപം അടക്കാൻ ശിവന് വിചാരിച്ചിട്ട് സാധിച്ചില്ല. അപ്പോ പാർവതി പറഞ്ഞു, അവിടുന്ന് കോപം അടക്കണം, അല്ലാതെ ശരിയാവില്ല എന്ന് പാർവതി അപേക്ഷിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ പതുക്കെ ശാന്തനായി വന്നു. ആ കോപം സ്വരൂപം എടുത്തതാണ് ദുർവാസാവ് മഹർഷി. ആ ഭഗവാന്റെ കോപം രൂപം ധരിച്ചതാണ് ദുർവാസാവ് മഹർഷി എന്നൊരു കഥയും കേൾക്കുന്നുണ്ട്. അത് ശരിയാണെന്ന് നമുക്ക് തോന്നും ചിലപ്പോ. എന്താന്ന് വെച്ചാല് എപ്പോഴും ക്ഷിപ്രകോപിയാണ് ദുർവാസാവ്, അല്ലെ? ദുർവാസാവ് മഹർഷിയെ സന്തോഷിപ്പിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ പുരാണ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലെ? അപ്പൊ അതും ശരിയാണ് എന്ന് തോന്നാറുണ്ട് ചിലപ്പോ. ഇന്ന് ഈ കഥയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു.
എല്ലാവരും അഭിപ്രായം അറിയിക്കുക. ഈ കഥ കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ കഥയൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒരു ലൈക്ക് ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഇതൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.